ലോകവേദിയിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാനുമേൽ ആധിപത്യം പുലർത്തുന്നു ഇന്ത്യ. ഇപ്പോഴത്തെ 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ 61 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായി മാറിയ ഒരു മത്സരത്തിൽ ഇന്ത്യൻ സംഘം പാകിസ്ഥാനെ തകർത്തെറിഞ്ഞിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് 175 റൺസ് എടുത്ത ഇന്ത്യക്ക് എതിരെ 18 ഓവറിൽ വെറും 114 റൺസിന് എല്ലാവരും പുറത്താകുന്ന പാകിസ്ഥാൻ ഇന്ത്യൻ താരങ്ങൾ ഓരോരുത്തരും അവരുടെ ഭാഗം ഏറ്റവും ഭംഗിയാക്കി തന്നെ കൊളംബോയിൽ നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ 8ാം തവണയും പാകിസ്ഥാനുമേൽ ഇന്ത്യൻ വിജയം ലഭിച്ചിരിക്കുകയാണ്. ഒരു തവണ മാത്രമാണ് പാകിസ്ഥാൻ ജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏകദിന ലോകകപ്പിന്റെ ചരിത്രം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ലോകകപ്പുകളുടെ ചരിത്രത്തിൽ പാകിസ്ഥാന് ഇന്ത്യക്ക് മേൽ വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല. ഒരേ ഒരു തവണ 2021 ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ തവണയും ഇന്ത്യക്ക് തന്നെയായിരുന്നു വിജയം. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 176 റൺസായിരുന്നു വേണ്ടിയിരുന്നത് പാകിസ്ഥാന് ജയിക്കാൻ. പക്ഷേ സ്കോർ ബോർഡിൽ റൺ എത്തുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാന് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു. ഷാഹിദ് സാബ്ദ ഫർഹാൻ വെറും 4 പന്ത് കളിക്ക് ആയുസായപ്പോൾ തന്നെ ഫർഹാൻ പുറത്താകുന്നു. പിന്നീട് സ്കോർ ബോർഡിൽ 13 റൺസ് എത്തുമ്പോഴേക്കും 3 വിക്കറ്റുകൾ നഷ്ടമാവുകയാണ്. 34-ന് 4 ആകുന്നു. പിന്നീട് അത് 73-ന് 5 ആകുന്നു. 78-ന് 6 ആകുന്നു. ഏറ്റവും ഒടുവിൽ 114 റൺസിന് എല്ലാവരും പുറത്താകുന്നത് കണ്ടു. ഇന്ത്യൻ ബൗളർമാർ ഓരോരുത്തരും തങ്ങളുടെ റോൾ ഭംഗിയാക്കുന്നു. ഹാർദിക് പാണ്ഡ്യ 16 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തുന്നു. ജസ്പ്രീത് ബുംറ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തുന്നു. അക്ഷർ പട്ടേൽ 29 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തുന്നു. വരുൺ ചക്രവർത്തി 17 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തുന്നു. ഒരു ഘട്ടത്തിൽ ഓണെ ഹാട്രിക് ആയിരുന്നു വരുൺ ചക്രവർത്തി. 2 പന്തുകളിൽ തുടർച്ചയായി വിക്കറ്റുകൾ എടുക്കുന്നത് കണ്ടു. കുൽദീപ് യാദവും തിലക് വർമ്മയും ഓരോ വിക്കറ്റും വീഴ്ത്തിയെന്ന് റിങ്കു സിംഗ് വരെ ബോൾ ചെയ്യുന്നതും കണ്ടു. ഒരുപക്ഷെ പാകിസ്ഥാനെ കളിയാക്കുന്നത് പോലെ ഇന്ത്യൻ ബൗളർമാരെല്ലാവരും തന്നെ മികച്ച രീതിയിൽ തന്നെ പന്തെറിയുന്നതും കണ്ടു. നേരത്തെ ഇഷാൻ കിഷന്റെ ഒരു ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ മികച്ച ഒരു സ്കോറിലേക്ക് എത്തിയത്. 40 പന്തിൽ നിന്ന് 77 റൺസ് എടുത്ത ഇഷാൻ കിഷൻ, 25 റൺസ് എടുത്ത തിലക് വർമ്മ, 32 റൺസ് എടുത്ത സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെ 27 റൺസ് എടുക്കുന്നു. അങ്ങനെ ആകെ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസാണ് ഇന്ത്യ നേടിയത്. നേരത്തെ കൊളംബോയിലെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് പാകിസ്ഥാൻ. പക്ഷേ ഒടുവിൽ ICCയുടെ ആ ഒരു ഭീഷണിക്കും കടുത്ത നടപടി നേരിടേണ്ടി വരും എന്നുള്ള ആശങ്കകൾക്കും ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് കളിക്കാൻ തയ്യാറാകുന്നു. ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞവർ ഒടുവിൽ ഗതികെട്ട് ഇന്ത്യക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഈ മത്സരത്തിന് അരങ്ങൊരുങ്ങുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് 2 വ്യത്യാസങ്ങളുമായി ഇന്ത്യൻ സംഘം തയ്യാറായി വരുന്നു. സഞ്ജു സാംസൺ മലയാളി താരം പ്രതീക്ഷിച്ചിരുന്നു ഒരു പക്ഷേ ഒരിക്കൽ കൂടി അവസരം ലഭിക്കുമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ സഞ്ജുവിന് ഇന്നത്തെ മത്സരത്തിൽ അവസരം ലഭിച്ചില്ല. സഞ്ജുവിന് പകരം ആദ്യ 11-ൽ എത്തിയത് അഭിഷേക് ശർമ്മയാണ്. കഴിഞ്ഞ മത്സരത്തിൽ പനി കാരണം ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടമായ അഭിഷേക് ശർമ്മ തിരിച്ചെത്തുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തിൽ നിരാശയായിരുന്നു. ഫലം റണ്ണൊന്നും എടുക്കുന്നതിന് മുൻപ് അഭിഷേക് ശർമ്മ പുറത്തായി. പിന്നീടാണ് ഇഷാൻ കിഷന്റെ ആ ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് കണ്ടത്. ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഒക്കെ തന്നെ ക്രീസിൽ ഉറച്ചു നിന്നു. പക്ഷേ വലിയൊരു സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇത് മതി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. 175 റൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ 2020 ലോകകപ്പിൽ മറ്റു ടീമുകൾക്കൊക്കെ അടിച്ച് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റണ്ണ് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുക 200, 220 ഒക്കെ റൺസ് എടുത്താൽ മാത്രമാണ് നമുക്കൊരു വിജയം സുനിശ്ചയമാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ. പക്ഷേ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ സമീപകാലത്തൊന്നും ഇന്ത്യക്ക് പറ്റിയ എതിരാളികൾ ആകുന്നില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 3 മത്സരങ്ങളുടെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏഷ്യ കപ്പിലാണ് ഇന്ത്യയും പാകിസ്ഥാനും നേരത്തെ നേർക്കുനേർ വരുന്നത്. ആ ഏഷ്യ കപ്പിലെ ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് പരാജയപ്പെടുന്നു. പിന്നീട് സൂപ്പർ 6 ഘട്ടത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുന്നു. ഒടുവിൽ ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ കപ്പെടുക്കുകയും കണ്ടു. അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു ആ ഒരു ഹസ്തദാന വിവാദവും ഒക്കെ തന്നെയും. പിന്നീട് ലോകകപ്പിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ബംഗ്ലാദേശ് ഈ ഒരു ടൂർണമെന്റ് തന്നെ ബഹിഷ്കരിക്കുന്നു. ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇനി ഈ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ മാത്രം പങ്കെടുക്കില്ല, ലോകകപ്പിൽ കളിക്കും പക്ഷേ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറയുന്ന പാകിസ്ഥാനെയും കണ്ടു. ഏറ്റവും ഒടുവിൽ അവർ ഗതികെട്ട് ഇന്ത്യക്കെതിരെ കളിക്കാനും തയ്യാറാകുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ നഷ്ടം പാകിസ്ഥാന് മാത്രമാണ്. അവർക്ക് വലിയ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുമായിരുന്നു. ഒപ്പം തന്നെ ICCയിൽ നിന്ന് വരുന്ന നടപടിയും അവർ മുന്നിൽ കണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ അവർ തയ്യാറാവുകയും ചെയ്തു. പക്ഷേ ഇത്തരം ഒരു തോൽവിയിലേക്കാണ് തങ്ങൾ പോകുന്നത് എന്ന് പാകിസ്ഥാൻ ടീമോ അല്ലെങ്കിൽ ആരാധകരോ ഒരിക്കലും ചിന്തിച്ചു കാണില്ല. ഏതായാലും 61 റൺസ് എന്ന് പറയുന്നത് 2020യുടെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2020ൽ അതൊരു വലിയ മാർജിനുള്ള വിജയം തന്നെയാണ്. അങ്ങനെ തുടർച്ചയായ 3ാം മത്സരവും ഇന്ത്യ വിജയിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുടങ്ങിയ ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ നമീബിയയും പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ 3ാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനെയും പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ
സൂപ്പർ 8 ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ സൂപ്പർ 8ലേക്ക് രാജകീയമായി തന്നെ പ്രവേശിച്ചിരിക്കുകയാണ്. ടീം ഇന്ത്യ ദ മെൻ ഇൻ ബ്ലൂ സൂര്യകുമാർ യാദവിന്റെ കീഴിലുള്ള സൂര്യകുമാറും കുട്ടികളും മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. ലോകകപ്പിൽ 2020 ലോകകപ്പിൽ ഇന്നേ വരെ ഒരു ടീമും കിരീടം നിലനിർത്തിയിട്ടില്ല. 2007 ചാമ്പ്യന്മാരാണ് ഇന്ത്യ. അത് കഴിഞ്ഞ് ഇപ്പോൾ 19 വർഷം പിന്നിടുകയാണ്. 19 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി, അതായത് കഴിഞ്ഞ തവണയും ലോകകപ്പ് ഇന്ത്യക്ക് തന്നെയായിരുന്നു. അങ്ങനെ 3-ാം വട്ടവും കിരീടം നേടുക, അതുപോലെ തുടർച്ചയായി 2 കിരീടം നേടുക എന്നുള്ളൊരു ലക്ഷ്യവുമായാണ് ഇന്ത്യൻ സംഘം ഇത്തവണ സ്വന്തം നാട്ടിൽ നടക്കുന്ന 2020 ലോകകപ്പിനായി പാടുകെട്ടി ഇറങ്ങുന്നത്. ഏതായാലും അതിന്റെ തുടക്കം വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ആദ്യം അമേരിക്കയെ, പിന്നീട് നമീബിയ, ഇപ്പോഴിതാ ചിരവരികളായിട്ടുള്ള പാകിസ്ഥാനെ, അതും ആധികാരികമായി അനായാസമായി പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സംഘം ഇതാ മുന്നോട്ട് പോകുന്നു. 61 റൺസിന്റെ ആധികാരിക വിജയം ഇന്ത്യ പാകിസ്ഥാനുമേൽ സ്വന്തമാക്കിയിരിക്കുന്നു.